ഹായ് ഓൾ, വെൽക്കം ടു എജുവാലി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് C++നകത്തെ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ്. അതായത് നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണു, അക്ഷരമാലയാണ് ആദ്യം പഠിക്കുക അല്ലെ. അത് പഠിച്ചു കഴിഞ്ഞിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ വാക്കുകൾ നിർമ്മിക്കാനായിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വെച്ച് സെന്റൻസുകൾ നിർമ്മിക്കാനായിട്ട് പറ്റും. അപ്പൊ അതേപോലെ തന്നെയാണ് C++നകത്തും വരുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. സോ C++നകത്തെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. സോ ഏതൊരു ലാംഗ്വേജിനെയും പോലെ ആ C++നകത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ആൽഫബറ്റ് എന്താണ് എന്നുള്ളതാണ്. ആൽഫബറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, അക്ഷരങ്ങൾ. അപ്പൊ C++ ലാംഗ്വേജിന്റെ ആൽഫബറ്റ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടർ സെറ്റ് ആണ് എന്ന് വേണം നമ്മൾ ഉത്തരം പറയാനായിട്ട്. ഓക്കെ, അപ്പൊ C++ ലാംഗ്വേജിന്റെ ക്യാരക്ടർ സെറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C++ ലാംഗ്വേജിന്റെ ആൽഫബറ്റ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ക്യാരക്ടർ സെറ്റ് ആണ്. ഇനി ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഇറ്റ് ക്യാൻ ബി ലെറ്റേഴ്സ്, A to Z വരെയുള്ള ലെറ്റേഴ്സ് ആവാം, ക്യാപിറ്റൽ കൊണ്ട് അല്ലെ. ഇനി ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 to 9 വരെയുള്ള ഡിജിറ്റ്സ്. സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന കുത്ത്, കോമ, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ. വൈറ്റ് സ്പേസസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്പേസ് ബാർ, അതുപോലെ തന്നെ എന്റർ കീ, ഇതൊക്കെ വൈറ്റ് സ്പേസിന്, ടാബ്, ഇതൊക്കെ വൈറ്റ് സ്പേസസിന് എക്സാമ്പിൾ ആണ്. വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസന്റ് വേർഡിനെയോ നമ്പേഴ്സിനെയോ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കണ്ടന്റിനെയാണ് നമ്മൾ വൈറ്റ് സ്പേസ് എന്ന് പറയുക. നമുക്കറിയാം, നമുക്ക് സ്പേസ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം നമ്മൾ ഇപ്പം രജിസ്റ്റർ നമ്പർ എന്ന് നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ സ്പേസിന് പകരം നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുക. അതിന് പകരം ഉപയോഗിക്കുന്ന ചില കോഡുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ വൈറ്റ് സ്പേസസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, /n/r/t എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഈ വൈറ്റ് സ്പേസിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അപ്പൊ വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കണം, സ്പേസ് ബാർ, എന്റർ കീ, ടാബ്, ഹൊറിസോണ്ടൽ റിട്ടേൺ, വെർട്ടിക്കൽ റിട്ടേൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ C++ ലാംഗ്വേജിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടർ സെറ്റ് ആണ് ആൽഫബറ്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, കമ്പയർ ആക്കുന്നത്. അപ്പോൾ ക്യാരക്ടർ സെറ്റ് ക്യാൻ ബി എന്തൊക്കെയാവാം? ലെറ്റേഴ്സ് ആവാം, ഡിജിറ്റ് ആവാം, സ്പെഷ്യൽ ക്യാരക്ടർ ആവാം, അതുപോലെ തന്നെ വൈറ്റ് സ്പേസസ് ആവാം. നോക്കുക, അടുത്തത് അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് വേർഡ് ആണ് പഠിക്കുന്നത് അല്ലെ. C++നകത്തെ വാക്കുകളാണ് ടോക്കൺ എന്നുള്ള ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. C++ ലാംഗ്വേജിനകത്തെ വാക്കുകൾ, വേർഡ്സിനെയാണ് നമ്മൾ ടോക്കൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ടോക്കൺ ആവാൻ ചാൻസസ് ഉള്ളത് എന്ന് പറയുന്നത് കീവേഡ്. കീവേഡ് എന്ന് പറയുന്നത് C++ ലാംഗ്വേജിനകത്തുള്ളതാണ് അല്ലെ. ലാംഗ്വേജ് ലൈബ്രറിക്കകത്തുള്ള 412ഓളം കീവേഡ്സ് ഉണ്ട്, ലാംഗ്വേജ് ലൈബ്രറിക്കകത്തുള്ളതാണ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് വേരിയബിൾ നെയിം, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ട്രക്ചർ നെയിം, അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസർ കൊടുക്കുന്നതാണ്. അപ്പൊ അതൊക്കെയാണ് ഐഡന്റിഫയർ. അതായത് കണ്ടന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നെയിംഡ് കണ്ടെയ്നർ ആണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയാം. നെയിംഡ് കണ്ടെയ്നർ ആണ് വേരിയബിൾ. വേരിയബിൾ ഒരു ഐഡന്റിഫയറിന് എക്സാമ്പിൾ ആണ്. ഐഡന്റിഫയറിനെ നമുക്ക് ലേബൽ എന്നുകൂടെ പറയാവുന്നതാണ്. പിന്നെയാണ് ലിറ്ററൽസ്. ലിറ്ററൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്, നമ്മൾ എന്തെങ്കിലും വാല്യൂവിനെയോ വാക്കിനെയോ കോൺസ്റ്റന്റ് ആക്കി നിർത്തണമെന്നുണ്ടെങ്കിലാണ് ലിറ്ററൽ എന്നുള്ള ഒരു ടേം നമ്മൾ ഉപയോഗിക്കുക. സോ ലിറ്ററൽസ് ആവുന്നത് ഇന്റീജർ ലിറ്ററൽസ് ഉണ്ട്, ക്യാരക്ടർ ലിറ്ററൽസ് ഉണ്ട്, സ്ട്രിങ് ലിറ്ററൽസ് ഉണ്ട്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതും എന്താണ്? C++നകത്തെ വേർഡ്സ് ആണ്. പങ്ക്ച്വേറ്റേഴ്സ്, അതായത് സെമികോളൻ, ഫംഗ്ഷൻ ബ്രാക്കറ്റ്, സബ്സ്ക്രിപ്റ്റ് ബ്രാക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെയാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓപ്പറേറ്റേഴ്സ് വരുന്നത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ പ്ലസ്, മൈനസ്, ഡിവിഷൻ, ദെൻ സ്റ്റാർ, മീൻസ് മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയുള്ളതൊക്കെയാണ് വേർഡ്സ് എന്ന് പറയുന്നത്. C++നകത്തെ വേർഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീവേഡ്സ് ഉണ്ട്, ഐഡന്റിഫയേഴ്സ് ഉണ്ട്, ലിറ്ററൽസ് ഉണ്ട്, പങ്ക്ച്വേറ്റേഴ്സ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഐഡന്റിഫയറിന്റെ വേറെ പേരാണ് ലേബൽ, ലിറ്ററലിന്റെ വേറെ പേരാണ് കോൺസ്റ്റന്റ്. ഇതും കൂടെ ഓർക്കുക.
നമ്മൾ കീവേഡിനെ റിസർവ്ഡ് വേർഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഒരു C++ ലാംഗ്വേജിന്റെ വേർഡ്സ് എന്ന് പറയുന്നതിന് സിമിലർ ആണ് ടോക്കൺ. സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലെ വേർഡ് എന്ന് പറയുന്ന വാക്കിന് തുല്യമാണ് C++നകത്തെ ടോക്കൺ. എന്തൊക്കെയാണ് ടോക്കൺ ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീവേഡ്, ഐഡന്റിഫയർ, ലിറ്ററൽ, പങ്ക്ച്വേറ്റർ ആൻഡ് ഓപ്പറേറ്റർ എന്നുള്ളത് ഓർക്കുക. ഇനിയാണ് നമ്മൾ പഠിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി റിസംബ്ലൻസ് ടു സെന്റൻസ് ആണ് എന്ന് നമുക്ക് പറയാം. സോ സെന്റൻസ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടബിൾ യൂണിറ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. നമ്മളിവിടെ സെന്റൻസ് എന്ന് പറയാറില്ല, സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് C++നകത്ത് പറയുന്നത്. സോ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ സെമിക്കോളൻ ആസ് എ ഡെലിമിറ്റർ ഓഫ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ബോർഡർ നിശ്ചയിക്കാനായിട്ട് നമ്മൾ സെമിക്കോളൻ ആണ് ഉപയോഗിക്കുന്നത്. സെമിക്കോളനെ നമ്മൾ എന്തെന്നൂടെ പറയാറുണ്ട്? സെന്റൻസ് ടെർമിനേറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്റർ, ഇങ്ങനെ രണ്ടും പറയാറുണ്ട് കേട്ടോ. അപ്പോ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തെ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ബോർഡർ നിശ്ചയിക്കാനായിട്ട് നമ്മൾ സെമിക്കോളൻ ആണ് ഉപയോഗിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം എവിടെയാണെന്ന് ആ ഒരു സെമിക്കോളൻ കൊണ്ടായിരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ സെമിക്കോളനെ ഡെലിമിറ്റർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ സെന്റൻസ് ടെർമിനേറ്റർ എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്റർ എന്ന് പറയാവുന്നതാണ്. ഇനി അടുത്തതാണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനകത്താണ് ലൂപ്പിംഗ്, ബ്രാഞ്ചിങ്, അതുപോലെ തന്നെ ജമ്പിങ്, ഈ 3 കാര്യങ്ങളൊക്കെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്താണ് വരുന്നത്. നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, അസൈൻമെന്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളാണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനെ പിന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നത് എങ്ങനെയൊക്കെയാണ്? ലൂപ്പ് സ്റ്റേറ്റ്മെന്റുകളുണ്ട്, അതുപോലെ തന്നെ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റുകളുണ്ട്, അതുപോലെ തന്നെ ജമ്പിങ് കാര്യങ്ങളുണ്ട്. ഓക്കെ, ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നോക്കുന്നത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതിനു മുമ്പായിട്ടൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഒഴികെയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻസ്ട്രക്ഷൻ ടു എ കമ്പൈലർ. കമ്പൈലറിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഒഴികെയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും, ഡിക്ലറേഷൻ ഒഴികെ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അസൈൻമെന്റ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ കൺട്രോള്. ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഒഴികെയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ വേറെ പേരാണ് കേട്ടോ, എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം. എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ ടു ദി കമ്പൈലർ എന്നുള്ളത് ഓർക്കണം. ഓക്കെ, ഇനി അടുത്തത് ഓരോന്നായിട്ട് നോക്കുകയാണ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻ ചെയ്യുന്നതെല്ലാം നമ്മൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിനകത്താണ് ഉൾപ്പെടുത്തുക. അപ്പൊ യൂസറിനെ ഡിഫൈൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് വേരിയബിൾ ഡിക്ലറേഷൻ. അതായത് വേരിയബിൾ എന്ന് പറയുന്നത് എന്താന്ന് നമ്മൾ പറഞ്ഞേ? നെയ്മഡ് കണ്ടെയ്നർ ആണ് വേരിയബിൾ എന്ന് പറഞ്ഞു. എന്താ ചെയ്യണേ? മെമ്മറി ലൊക്കേഷൻ ഐഡന്റിഫയർ ആണ്. ഇനി അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ടാവണം. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല, കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ട് നോക്കാം. ഇതുകൂടെ കഴിയട്ടെ. സോ ടൈപ്പ് വേരിയബിൾ നെയിം എന്നുള്ളതാണ് സിന്റാക്സ് പഠിച്ചു വെക്കണം. ടൈപ്പ് വേരിയബിൾ നെയിം. ഇനി ഒന്നിലധികം വാല്യൂസ് നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, ഒന്നിലധികം വേരിയബിൾ നെയിംസ് നമുക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ എ കോമ. അപ്പൊ വേരിയബിൾ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് സെപ്പറേറ്റർ ആണ് കോമ എന്നുള്ളത് പഠിച്ചു വെക്കണം. പിന്നെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആർ എൻഡ് വിത്ത് സെമിക്കോളൻ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നുണ്ടാവണം. ഈ വേരിയബിളിന്റെ കമ്പൈലേഷൻ സമയത്ത് ആ പറഞ്ഞിരിക്കുന്ന എത്രയാണോ മെമ്മറി സൈസ് വരുന്നത് അത് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ.
ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ആലോചിക്കാം. ഓക്കെ, വേരിയബിൾ ഡിക്ലറേഷൻ ആണ് നോക്കണത്. വേരിയബിൾ ഡിക്ലറേഷന് നമ്മൾ പറഞ്ഞു ടൈപ്പ് വേരിയബിൾ നെയിം സെമിക്കോളൻ ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റ് ആവാം, ക്യാരക്ടർ ആവാം, സ്ട്രിങ് ആവാം, അതുപോലെ തന്നെ എന്താണ് ഫ്ലോട്ട് ആവാം, ഏത് വേണമെങ്കിലും ആവാം. ഞാൻ എക്സാമ്പിൾ ഇന്റ് എടുക്കുവാണ്. സോ ഇന്റ് എ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നത് ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെന്താണ്, ഒന്നിലധികം എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്റ് എ കോമ ബി കോമ സി എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതും ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേ, വേരിയബിളിന്റെ എക്സിക്യൂഷൻ സമയത്ത് അതിന്റെ സൈസ് എത്രയാണോ അത് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോ ഇതിന്റെ സൈസ് എത്രയൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് 2 KB ആണ്. അപ്പോ എ എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടിയിട്ട് മെമ്മറിയിൽ എത്ര സൈസ് മാറ്റി വെച്ചിട്ടുണ്ടാവും? 2 KB മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇനി ഈ കേസിൽ നോക്കുകയാണെങ്കിലോ, എക്ക് വേണ്ടി 2 KB മാറ്റി വെക്കും, ബിക്ക് വേണ്ടി 2 KB മാറ്റി വെക്കും, സിക്ക് വേണ്ടിയിട്ടും 2 KB മാറ്റി വെക്കും. അപ്പൊ ഇതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പുതിയതായിട്ട് യൂസർ ഡിഫൈൻ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വരിക. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ എൻഡിൽ ഒരു സെമിക്കോളൻ ഉണ്ടായിരിക്കും. സെമിക്കോളനിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്റർ അല്ലെങ്കിൽ സെന്റൻസ് ടെർമിനേറ്റർ എന്നാണ് പറയാറ്. ഇങ്ങനെയാണ് എഴുതുക. ടൈപ്പ് വേരിയബിൾ നെയിം ഈ 2 എക്സാമ്പിളും എഴുതി വെക്കുക. മെമ്മറിയിൽ ആ ഒരു അലൊക്കേഷൻ നടത്തുമെന്ന് പറഞ്ഞത് മനസ്സിലായോ? ഇന്റ് എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ ടൈപ്പിന്റെ സൈസ് 2 ആണ്. അപ്പൊ എ എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടി 2 KB മെമ്മറിയിൽ മാറ്റിവെക്കും. എ ബി സി ഡിക്ലെയർ ചെയ്തതിനകത്ത് ഈ പറഞ്ഞേക്കുന്ന ഓരോ വേരിയബിളിന് വേണ്ടിയിട്ടും 2 KB മാറ്റിവെക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തതാണ് എന്ത്? അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ അതിന് അസൈൻ ചെയ്ത് കൊടുക്കലാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ ഒന്നിലധികം വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? കോമ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ നോക്കുന്നത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളുടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ്. ഇതാണ് നമ്മളുടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ. C++നകത്ത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ടു ആണ്. അപ്പോൾ ഈക്വൽ ടുവിന് വേണ്ടിയിട്ടുള്ളത് 2 ഈക്വൽ ടു ഇടണം. സിമിലർ ആണ് എന്ന് കാണിക്കുന്നതിന് 2 ഈക്വൽ ടു. LHS ഈക്വൽ ടു RHS എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് ഓർക്കണം. ഒറ്റൊരെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഇനി എങ്ങനെയാണ്? ടൈപ്പ് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ എന്നാണ് കൊടുത്തേക്കണത് അല്ലെ. പിന്നെന്തായിരുന്നു? ടൈപ്പ് വേരിയബിൾ 1 is equal to വേരിയബിൾ 2 എന്നാണ് അടുത്തത്. ഇനി അടുത്തത് എന്തായിരുന്നു? ടൈപ്പ് വേരിയബിൾ is equal to എക്സ്പ്രഷൻ. ഈ 3 തരത്തിലാണ് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഈ 3 തരത്തിലാണ് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഓരോന്നായിട്ട് നോക്കാം. ടൈപ്പ് വേരിയബിൾ ഇസ് ഈക്വൽ ടു വാല്യൂ. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം ഇന്റ് എ ഇസ് ഈക്വൽ ടു 5 എന്ന് പറയാണ്. ഇതിന്റെ അർത്ഥം എന്താ? 5 എന്ന് പറഞ്ഞേക്കുന്ന വാല്യൂ എ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തേക്കാണ്. എയുടെ സൈസ് എത്രയാണ്? 2 KB. 5 എന്ന് പറയുന്ന വാല്യൂവിനെ എയിലേക്ക് അസൈൻ ചെയ്തേക്കുവാണ്. ഇതിനെ ഇങ്ങോട്ട് അസൈൻ ചെയ്തു. ഓക്കെ, ഇതിന്റെ സൈസ് വരുന്നത് 2 KB ആണ്. ഇനി ഇവിടെ നോക്കി, വേരിയബിൾ 1 is equal to വേരിയബിൾ 2. ഇതെങ്ങനെ എഴുതും? ഇന്റ് എ ഈക്വൽ ടു ബി എന്ന് എഴുതാം. എ ഓർ ബി എന്താണ്? വേരിയബിൾ ആണ്. അതായത് ബിയിൽ എന്താണോ ഉള്ളത്, ബിയിലെ വാല്യൂവിനെ എന്ത് ചെയ്യണം? എയിലേക്ക് സ്റ്റോർ ചെയ്യണം. നേരത്തെ ഇവിടെ ഡയറക്റ്റ് വാല്യൂ കൊടുത്തതോട്ടാണ് 5 നമ്മൾ എയിലേക്ക് സ്റ്റോർ ചെയ്തു എന്ന് പറഞ്ഞത്. ഇവിടെ എ ഈക്വൽ ടു ബി എന്നാണ് കൊടുത്തേക്കുന്നത്, ഓർ എ അസൈൻഡ് ടു ബി എന്നാണ് കൊടുത്തേക്കുന്നത്. എന്താണ്? ബിയിലെ കണ്ടന്റിനെ എയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാണ്. അടുത്തതാണ് എക്സ്പ്രഷൻ. അപ്പൊ ഇങ്ങനെ എഴുതാം ഇന്റ് എ ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ
int a is equal to 5 plus 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോ ഇത്തരത്തിലൊക്കെയാണ് നമുക്ക് അസൈൻമെന്റ് നടത്താനായിട്ട് പറ്റുക. ഈ സിംഗിൾ ആയിട്ടുള്ള ഈക്വൽ ടു സിമ്പിൾ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമുക്കൊരു വാല്യൂവിനെ ഡയറക്റ്റ് അസൈൻ ചെയ്യാം, വേരിയബിളിനെ അസൈൻ ചെയ്യാം, എക്സ്പ്രഷനെ അസൈൻ ചെയ്യാം. ആ 3 തരമാണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. LHS സൈഡ് ഓഫ് ആൻ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി എ വേരിയബിൾ. നമ്മൾ കണ്ട ഇക്വേഷൻസ് നോക്കുക. ടൈപ്പ്, വേരിയബിൾ, നെയിം is equal to ഇവിടെ വാല്യൂ, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്ററിന് LHS സൈഡും ഉണ്ട്, RHS സൈഡും ഉണ്ട് അല്ലെ. ഇതിനകത്തെ LHS സൈഡ് എപ്പോഴും എന്തായിരിക്കണം? വേരിയബിൾ ആയിരിക്കണം. അത് ഓർത്തിരിക്കണം, ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. സോ ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ LHS സൈഡ് എപ്പോഴും എന്തായിരിക്കണം? വേരിയബിൾ ആയിരിക്കണം എന്നുള്ളത് ഓർത്തിരിക്കണം. ഇനി എക്സിക്യൂഷന്റെ സമയത്ത് എന്താ നടക്കണേ? എക്സിക്യൂഷന്റെ സമയത്ത് എന്താ നടക്കണത്? RHSലെ വാല്യൂ ആണ് ആദ്യം എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? LHSലേക്ക് കൊടുക്കും. അതായത് നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ നോക്കുക. int a is equal to 5 എന്ന് എഴുതിയത് എന്താ ചെയ്യണേ? 5 എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് ആദ്യം കമ്പൈലർ നോക്കുക. 5നെ എടുത്തിട്ട് എയിലേക്ക് സ്റ്റോർ ചെയ്യും. ദാറ്റ് മീൻസ് RHSലെ വാല്യൂവിനെ LHSലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സോ LHSൽ എപ്പോഴും എന്തായിരിക്കണം? വേരിയബിൾ ആയിരിക്കണം. എക്സിക്യൂഷന്റെ സമയത്ത് RHSലെ വാല്യൂ ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ വാല്യൂവിനെ എന്ത് ചെയ്യാണ്? LHSലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. int a is equal to ഒരു പ്രോഗ്രാം ആണ്. b is equal to 5, c is equal to 2, int a is equal int b. Okay, int b is equal to 5, int c is equal to 2, int a is equal to b plus c എന്ന് കൊടുത്തേക്കാണ്. ഈ ഒരു എന്നിട്ട് c ഔട്ട് കൊടുത്തിട്ടുണ്ട് a. എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് എന്നൊന്ന് പറഞ്ഞേ? എന്താണ്? ബിയില് 5 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, സിയില് 2 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അപ്പോ എക്സിക്യൂഷന്റെ സമയത്ത് എന്തായിരുന്നു പറഞ്ഞ? LHS സൈഡില് വേരിയബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ RHS സൈഡിലെ കാര്യമാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? ബി പ്ലസ് സി, 5 പ്ലസ് 2 എത്ര കിട്ടും? 7 എന്ന് കിട്ടും. ഈ 7നെ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? എയിലേക്ക് സ്റ്റോർ ചെയ്യും. ഇതാണ് നടക്കുന്നത്. ഓക്കെ, അതാണ് അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുക, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് യൂസറിൽ നിന്നും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അലോ യൂസർ ടു സ്റ്റോർ ഡാറ്റ ഇൻ ദി മെമ്മറി ഡ്യൂറിംഗ് ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. യൂസറിൽ നിന്നും ഡാറ്റാസിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്. C++ന്റെ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് സി എന്ന് എഴുതിയിട്ട് നമ്മൾ ഗ്രേറ്റർ ദാൻ സിമ്പൽ 2 ഇടുന്നത്. ഇതിന്റെ മറ്റു പേരുകളാണ് ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഇത് രണ്ടും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്നതാണ്. ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഇനി ഈ ഓപ്പറന്റ് കഴിഞ്ഞു വരുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഇവിടെ എന്തായിരിക്കണം? വേരിയബിൾ ആയിരിക്കണം. ഓക്കെ, സിൻ കഴിഞ്ഞിട്ട് വരുന്നത് എന്താണെങ്കിലും അത് വേരിയബിൾ ആയിരിക്കണം. ഓക്കെ, C++ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് എന്നുള്ളത് ഓർക്കുക. എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. ഓപ്പറന്റ് കഴിഞ്ഞിട്ട് വേരിയബിൾ ആയിരിക്കണം വരേണ്ടത്. VAR എന്ന് പറയുന്ന വേരിയബിൾ ആണ് വരേണ്ടത്. സോ യൂസറിൽ നിന്നും ഇൻപുട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സി ഇൻ സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്. ഇതിനെ നമ്മൾ ഗെറ്റ് ഫ്രം സ്റ്റേറ്റ്മെന്റ് എന്നോ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നും പറയാറുണ്ട്. ഈ ഓപ്പറന്റിന് ശേഷം 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. അതിനുശേഷം വരുന്നത് എന്തായാലും എന്തായിരിക്കണം? വേരിയബിൾ ആയിരിക്കണം. ഓക്കെ, അടുത്തതാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസറിന് ഔട്ട്പുട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സി ഔട്ട് എന്നുള്ളതാണ് C++നകത്തെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ മറ്റു പേരുകളാണ് പുട്ട് ടു, അതുപോലെ തന്നെ ഇൻസേർഷൻ ഓപ്പറേറ്റർ. പുട്ട് ടു അതുപോലെ ഇൻസേർഷൻ ഓപ്പറേറ്റർ. മോണിറ്റർ ആണ് പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ട്രിങ് എഴുതി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വേരിയബിൾ വരാം. പക്ഷെ CNൽ എന്ത് മാത്രമേ ഉള്ളൂ? വേരിയബിൾ മാത്രമേ വരാവൂ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ
C++നകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിക്ലറേഷൻ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് പറയാനത് വേറൊന്നും കൊണ്ടല്ല, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന് അതായത് എന്തെങ്കിലും ഒരു ഡിസിഷൻ പവർ ഒക്കെ ഉള്ളതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് അല്ലെ, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രധാനമായിട്ടും ലൂപ്പിംഗ്, അതുപോലെ തന്നെ ബ്രാഞ്ചിങ്, അതുപോലെ തന്നെ എന്താണ് ജമ്പ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ലൂപ്പിങ്ങിനകത്ത് ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, അതുപോലെ തന്നെ വൈൽ ലൂപ്പ്, ഇതൊക്കെ ലൂപ്പിങ്ങിൽ വരുന്നതാണ്. ബ്രാഞ്ചിങ്ങില് ഇഫ്, എൽസ്, സ്വിച്ച് അങ്ങനെയുള്ള കാര്യങ്ങള് ബ്രാഞ്ചിങ്ങിൽ വരുന്നതാണ്. ജമ്പില് റിട്ടേൺ, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ജമ്പിങ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും നോക്കുന്നുള്ളൂ. പ്രധാനമായിട്ടും ഓർക്കേണ്ട കാര്യം ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടുന്ന് ഒന്ന് ചോദിക്കുക. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്: സി ഇൻ, ഇതിന്റെ വേറെ പേര് ഗെറ്റ് ഫ്രം, വേറെ പേര് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നുള്ളത് ഓർക്കുക. ഇതിന്റെ ഓപ്പറേറ്റർ കഴിഞ്ഞിട്ട് വേരിയബിൾ മാത്രമാണ് വരാവൂ. പിന്നെന്താണ്? കീബോർഡാണ് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നുള്ളത് ഓർക്കുക. പിന്നെ ഉള്ളതാണ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിന് നമ്മൾ സി ഔട്ട് ആണ് എഴുതുക. സി ഔട്ടിന്റെ വേറെ പേരാണ് പുട്ട് ടു, അതുപോലെ തന്നെ ഇൻസേർഷൻ എന്നുള്ളതാണ് വേറെ പേരുകള്. എങ്ങനെയാണ് എഴുതുക? ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ട്രിങ് എഴുതി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് വേരിയബിൾ കൊടുക്കാം. ഓക്കെ. പിന്നെ മോണിറ്റർ ആണ് എന്ത്? പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ്. പിന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റർ അറിയാലോ, ഇതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. a is equal to 5, a equal to b, a equal to c plus d, a equal to 2 plus 5 എന്നൊക്കെ എഴുതുന്ന രീതിയിലുള്ളതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. LHS is assigned to RHS. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ LHS സൈഡിന് എപ്പോഴും എന്തായിരിക്കണം? വേരിയബിൾ ആയിരിക്കണം. എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത് RHS ആണ്. RHSലെ വാല്യൂ എന്ത് ചെയ്യാണ്? LHSലേക്ക് സ്റ്റോർ ചെയ്യാണ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. ഒന്നിലധികം വേരിയബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അവസാനം സെമികോളൻ ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ ടൈപ്പും കൂടെ പറഞ്ഞിട്ടുണ്ടാവണം. ഇന്റ് a is equal to 5 എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കാം. ഇന്റ് a, b, c, d എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതൊക്കെ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഫൈൻ. താങ്ക് യു.